ഇരുൾ ദുരന്തം, വിറങ്ങലിച്ച് വയനാട്, നെഞ്ചു തകർന്ന് വയനാട് എന്നിങ്ങനെ പല വാക്കുകളിൽ പല രീതിയിൽ പറഞ്ഞാലും ഈ ദുരന്തത്തിന്റെ ആഴം ഉൾക്കൊള്ളാനാകില്ല. 2 ദിവസമായി മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് അധികാരികൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും നാളെ സ്കൂളില്ലാത്തതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. അല്പം വൈകി ഉണർന്നാൽ മതിയെന്ന ആശ്വാസത്തിലായിരുന്നു അമ്മമാർ. മഴ കൂടിയാൽ തോട്ടത്തിലെത്താൻ ബുദ്ധിമുട്ടാകുമോ എന്ന ആശങ്കയിൽ മറ്റു കുറെ പേർ. അതല്ലാതെ ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും ഒരു നാടൊന്നാകെ ഇല്ലാതാകുന്ന ഒരവസ്ഥ. അതാരുടെയും ചിന്തയുടെ ഒരറ്റത്ത് പോലും വന്നിട്ടുണ്ടാകില്ല. പുലർച്ചെ 1 മണിയോടെയാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടുന്നത്. കുത്തിയൊലിച്ചെത്തിയ വെള്ളം മുണ്ടക്കൈ എന്ന ഗ്രാമവും കൊണ്ടാണ് പിന്നീട് ഒഴുകിയത്. ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. വെള്ളാർമല GVH സ്കൂൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. അപകടം നടന്നതറിഞ്ഞ് അവിടെയെത്തിയ രക്ഷാപ്രവർത്തകർക്ക് പക്ഷേ അങ്ങോട്ടേക്ക് എത്താനായില്ല. റോഡുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. നിരവധി വീടുകളുണ്ടായിരുന്നിടത്ത് ചെളിയും മണ്ണും കല്ലും നിറഞ്ഞു. നിരവധി ജീവനുകൾ മണ്ണിനടിയിൽ കുടുങ്ങി. മണ്ണിൽ നിന്നും മരത്തിനിടയിൽ നിന്നുമെല്ലാം ജീവനറ്റ ശരീരങ്ങൾ കണ്ടെത്തി. ചൂരൽമല അങ്ങാടി നാമാവശേഷമായി. അങ്ങിങ്ങായി ചില തുരുത്തുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇരുവഴിഞ്ഞി പുഴ 2ആയി ഒഴുകുകയാണ്. മുണ്ടക്കൈയിലെ വീടുകളും കെട്ടിടങ്ങളും ജീവനറ്റ ശരീരങ്ങളുമായി കുത്തിയൊലിച്ച് വെള്ളം നിലമ്പൂർ ചാലിയാറിലുമെത്തി. ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി. കുറേയൊക്കെ ശരീരഭാഗങ്ങൾ മാത്രം. ഹൃദയഭേദകമായ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്നും പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോഴും ഉറപ്പിച്ചു പറയാവുന്ന ഒന്നേയുള്ളൂ: ഇനിയും വ്യാപ്തി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്.